വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ധാരാളം ഉത്കണ്ഠകളുണ്ട്. പലപ്പോഴും പല വ്യക്തികളും പല രീതിയിൽ അത് പ്രകടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഷെയർ ചെയ്യാറുണ്ട്. ഈ ഇടവകയിൽ വന്നതിന് ശേഷം ഒരു അക്രൈസ്തവയായ ഒരു അമ്മച്ചി ഒരു ദിവസം ഉച്ചസമയത്ത് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങി. അതിനുശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മച്ചിക്ക് ഇവിടെ വന്നിട്ട് മുൻപ് ഒരു സഹായം കിട്ടിയിട്ടുണ്ട്, ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അതായത് ഭർത്താവ് മരിച്ച അമ്മച്ചിക്ക് അത്താണിയായിട്ടുണ്ടായിരുന്ന ആ മകന് ഒരു ജോലി ലഭിക്കുവാൻ വേണ്ടി വളരെയധികം ആഗ്രഹിച്ച് പല സ്ഥലങ്ങളിലേക്ക് പോയി. അവസാനം ഏതോ ഒരു മനുഷ്യൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഇളവള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കും. അങ്ങനെ ഇളവള്ളിയിൽ എത്തിച്ചേരുകയും പ്രാർത്ഥിക്കുകയും അത് സഫലമാവുകയും ചെയ്തു. അതിനെ നന്ദി അർപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ട്, മുൻപ് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്രാവശ്യം വന്നത് അമ്മച്ചിയുടെ ഒരു ജീവിതമാർഗമായിരുന്ന ഒരു പശു, അത് വിറ്റ് പോകാനായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയെ പറഞ്ഞു വിട്ടു. എനിക്ക് വളരെയധികം അതിശയം തോന്നി. കാരണം അക്രൈസ്തവയായിട്ടുള്ള ആ അമ്മച്ചിക്ക് ഇത്രമാത്രം നമ്മുടെ പള്ളിയോട്, അല്ലെങ്കിൽ നമ്മുടെ ഇടവക മധ്യസ്ഥനോടൊക്കെ വിശ്വാസം തോന്നുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഫലം ലഭിച്ച് വീണ്ടും ഇവിടേക്ക് വരാനായിട്ട് ഇടവന്നു. പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരം ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ഒരുപാട് ഉത്കണ്ഠകളാണ്. പലപ്പോഴും നമ്മുടെ അസുഖങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊരു അത്താണി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തോടു കൂടി ദൈവം നമ്മെ കാത്തുപരിപാലിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ വിശ്വാസ ജീവിതം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉത്കണ്ഠയില്ലാതെ ജീവിക്കാൻ ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ആഹ്വാനമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.